നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് സൺഡേ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ വീഡിയോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്കിപ്പോൾ ഗുഡ് നൈറ്റ് ആവാൻ പോവുകയാണ്. പിന്നെ ബോസണ്ണൻ വളരെ ഹാപ്പി ആയിരിക്കും, വയറൊക്കെ നിറച്ചിട്ടുള്ള വിധവും സന്തോഷമായിട്ട് സാറ്റർഡേ നൈറ്റ് ഡിന്നറിന് സിബിൻ ഫ്രൈ അല്ലേ, ഇന്ന് ജിൻഡോ ഉലർത്തിയത് എല്ലാം കഴിച്ച്, പിന്നെ ഇടയ്ക്ക് സൈഡിൽ കുറച്ച് ഇടയ്ക്ക് കുറച്ച് ജാസ്മിനും നോറയൊക്കെ ഒരു അച്ചാറോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു തോരൻ്റെ രൂപത്തിൽ ജാസ്മിനും നോറയും പിന്നെ റസ്മിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതെ. അല്ല ആരും പറഞ്ഞിട്ട് മറ്റവരൊക്കെ അല്ലേ പറയലും പണിഷ്മെൻറ്റും അല്ലേ, അതുപോലെ ഒന്നുമില്ല. പക്ഷേ പിന്നെ നമ്മുടെ ജാസ്മിൻ ഫാൻസ് വിഷമിക്കേണ്ട കേട്ടോ, നിങ്ങൾ പറഞ്ഞു വിചാരിക്കേണ്ട, നിങ്ങളുടെ പൊന്നിൽ ആലേട്ടനല്ലേ അല്ലേ, എന്റെ പൊന്നിലാലേട്ടാ എന്ന് പറഞ്ഞു. അത് ജാസ്മിൻ സംസാരിച്ചപ്പോ എന്റെ പൊന്നിലാലേട്ടാന്ന് പറഞ്ഞു. എന്റെ പൊന്നിലാലേട്ടാ സമ്മതിക്കണം, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല, സമ്മതിച്ചു കൊടുത്തിരിക്കണോ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് ഇതോ, നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ? എനിക്ക് മനുഷ്യത്വമുണ്ട്. കുറച്ച് കുറവാണോ? അപ്പോൾ അവിടെ മനുഷ്യത്വത്തിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തി. നമ്മൾ വെച്ച് എന്തിനാണ് ഇപ്പൊ ഈ മനുഷ്യത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വന്നപ്പോ മനസ്സിലായി. അന്ന് ജാസ്മിൻ കരഞ്ഞപ്പോ മൈക്കിട് പറഞ്ഞില്ലേ ജിൻഡോക്ക് എതിരെയായിരുന്നു. ജിൻഡോയും പവർ ടീമും അവരൊക്കെ ചിരിച്ചില്ലേ, ചിരിച്ച ആൾക്കാർക്കും ജിൻഡോക്ക് എതിരായിരുന്നു മനുഷ്യത്വം ഉണ്ടോ ചോദിച്ചത്. അതായത് ബേസിക്കലി എന്താ വെച്ചാൽ ജാസ്മിൻ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഗെയിം എന്നൊക്കെ മറന്ന് ഇതൊരു ഗെയിം ഷോ ആണ്. ജാസ്മിൻ എന്തെങ്കിലും സംഗതി അല്ലെങ്കിൽ ജാസ്മിൻ എന്നല്ല പറഞ്ഞു, ഇപ്പൊ ജാസ്മിൻ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ പറയുക ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് മെസ്സേജും പരിപാടിയും കാര്യങ്ങളൊക്കെ ജാസ്മിൻ അവിടെ ഭയങ്കരമായിട്ട് നിൽക്കണോണ്ടാണ് ജാസ്മിൻ ജാസ്മിൻ എന്ന് പറയുന്നത്. വേറെ ആരും പേര് പറയില്ലല്ലോ. ഒരു വിധത്തിൽ ആ കുട്ടിക്ക് പോസിറ്റീവ് അല്ലേ ഇത്, പബ്ലിസിറ്റി എന്താണെങ്കിലും പബ്ലിസിറ്റിയാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ബിഗ് ബോസ് പിന്നെ അവിടെ ആരൊക്കെയാണോ നല്ല രീതിയിൽ നിൽക്കുന്നത് അവർക്കെതിരെയാണ് ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ എന്താ ഇടയ്ക്ക് നോക്കണം, കണ്ണാടി നോക്കണം. എന്തൊക്കെ കണ്ണാടി നോക്കണം ഇടയ്ക്ക്, ഇത് ഭംഗിയുണ്ട് ഇത്, എന്നാലും എന്തിനാ കണ്ണാടി നോക്കണേ? ഇത് ഞാൻ 2-3 പ്രാവശ്യം ശ്രദ്ധിക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ പിടിക്കാൻ അവിടെ കണ്ണാടി നോക്കാം. തെറ്റി വന്നു, ഇത് തെറ്റിയോ? നിർത്തി ഇത്ര നിർത്തിന്ന് ഞാൻ 2-3 പ്രാവശ്യം ഇട്ടേക്കുന്നത്. എന്താ അവിടേക്ക് നോക്കണം? ഞാൻ ചിലപ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കും. ഇവിടെ കണ്ണാടി തരുന്നത് കുഴപ്പമില്ല. ഇടി സീരിയസ് ആയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതിനോട് സംസാരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്ക് പോലും ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കും സമയം ആവശ്യം. അപ്പം അങ്ങനെ ആയിപ്പോൾ അപ്പോൾ ആരാ അങ്ങോട്ട് നോക്കിയത്? പോട്ടെ, ഇനി കണ്ണാടി നോക്കണ്ട. ഇത് ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്, മേക്കപ്പ് ഒക്കെ ഓക്കെയാണ്, ഒക്കെ റെഡിയാണ്. മേക്കപ്പ് ഇല്ല, ഇട്ടിട്ടില്ല, മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത് എന്താണ്, എന്താ നാക്കുപഴ തോന്നുന്നത്? സിബിൻ്റെ പോലെയാണോ? സിബിനല്ലേ എന്താ നാക്കുപഴയ്ക്ക് ഏറ്റവും കൂടുതൽ സംസാരിച്ച് നാക്കുപഴ ഉണ്ടാവണ അതാരായിരുന്നു? അതാരായിരുന്നു? അത് പോട്ടെ നീ ശ്രദ്ധിക്കുക. അപ്പോൾ മനുഷ്യത്വത്തിൽ നമ്മൾ പറഞ്ഞ് അപ്പോൾ സംഗതി ഒന്നുമില്ല. ജാസ്മിനെ ഒന്ന് സുഖിപ്പിക്കാൻ, ഈ സുഖിപ്പിക്കൽ 2 രീതിയിലും ആവാം. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ജാസ്മിനാണ് കപ്പ് കൊടുക്കാൻ വിചാരിച്ചത് എന്ന് വിചാരിച്ച് സൂചിപ്പിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ. കാരണം എന്താ പറയുക, റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ നോറയും ജാസ്മിനെ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടു. ഇത് ഇവിടെ പെട്ടെന്ന് ഓർത്തു കേട്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്യാതില്ല. അതായത് ആ പോയിന്റ് എനിക്ക് തന്നെ പറയണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. സംഭവം എന്താ അറിയോ, ജാസ്മിനും നോറയും കൂടി ജയിലിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യം എന്താ, അവരെന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 2 പേർക്കും ഈ ചോട് 2 പേർക്കും പിന്നെ ഇന്ന് എന്തോ ഒരു അസ്കിത ഉണ്ടോ, തനിക്ക് എന്തോ ഒരു പ്രശ്നം. ഞാനിന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നതിൽ ഹാപ്പി അല്ലേ? എനിക്ക് സംശയം. തന്നെ റൂം മാറ്റണോ? പവർ റൂം എന്നല്ലേ? ഉറക്കം തൂങ്ങുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങി തൂങ്ങി വിഴാഞ്ഞാൽ മതി. അപ്പം എന്താ പറയുക, അപ്പോൾ ഇവർ ജയിലിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു ടാർഗറ്റിങ് ഊട്ടി ഉറപ്പിക്കുന്ന ചിലപ്പോൾ ആ വഴി തിരിച്ചുവിടാനായിരിക്കാം. ഓൺ ദ സെയിം ടൈം ഇനി വിഷമിക്കുന്ന സിബിനോ അല്ല ആരെങ്കിലും നന്നായി കളിക്കുന്ന സിബിനോ അങ്ങനെ ആരെങ്കിലും വിഷമിച്ചോട്ടെ, ആ വഴിക്ക് അവർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നുള്ളത് നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും പോയിക്കണു സിബിന്റെ കാര്യം കഷ്ടമായിരിക്കുന്നു. വിചാരിച്ച പോലെ നടന്നു. സിബിൻ ആകെ തളർന്നു. ഇന്നത്തെ പ്രൊമോല് കണ്ടത് പറയാട്ടോ, നമ്മള് പ്രൊമോല് എല്ലാരും കണ്ടില്ലേ, സിബിൻ ആകെ ഇതായിരിക്കുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരാളെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തി ഇതാക്കണം. പക്ഷെ ഇപ്പൊ കുറെ പേര് ചോദിക്കും, സിബിൻ ഇപ്പൊ കരഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമായി, ഇന്ന് കഴിഞ്ഞ ആഴ്ച ജാസ്മിനൊക്കെ കരഞ്ഞപ്പോ നാടകാന്ന് പറഞ്ഞുല്ലോന്ന് പറയും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഗബ്രി ഇരിക്കുന്നുണ്ട്. ശരിക്കും സങ്കടം വന്ന ആളാണ്, സപ്പോർട്ട് ചെയ്തു. അതിൽ ജാസ്മിന് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിന് അത് ഈ പറയുന്ന ജാസ്മിൻ ഫാൻസ് ഒന്ന് കേൾക്കണേ, ജാസ്മിൻ അത്രയും പൊക്കുക ചെയ്തത്. പിന്നെ ഗബ്രി വിഷമിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട്
അപ്പുറത്ത് സങ്കടപ്പെട്ടിരുന്നതാ. എന്നിട്ട് പിന്നെ ജിൻഡോ മൈക്കിടാൻ പറഞ്ഞപ്പം ജിൻഡോനോട് തിരിച്ച് പറയാനുള്ള ഒരു ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് വെറുതെ ഒച്ചയും വെളിയിട്ട് കരഞ്ഞതാ. അങ്ങനെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള കരച്ചിലൊന്നും ആയിരുന്നില്ല അവളുടെ. അതുകൊണ്ടാണ് ഗബ്രിയേലിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും സഹതാപം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ഗബ്രിയേലിനോട്. അപ്പോൾ നമ്മുടെ വിഷയത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ കേസിലേക്ക് വരട്ടെ. കൂടുതലായിട്ട് പറയില്ല, അന്നം തിന്നണ ബിഗ് ബോസ് കാണുന്ന ബുദ്ധിയും വിവരമുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ സംഭവം ബിഗ് ബോസിൻ്റെ കളി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു മനുഷ്യത്വത്തിൻ്റെ കാര്യം എടുത്തിടുന്നതും പിന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ജോറല്ല നോറേനെയും ജാസ്മിനെയും വേണ്ടിയിട്ട് അവർ സംസാരിപ്പിക്കുക, പിന്നെ കൂട്ടിന് അതിനിടയ്ക്ക് നമ്മുടെ ഗബ്രിച്ചനെയും കൂടി പറയിപ്പിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം എന്താ സംഭവം എന്ന് എല്ലാവർക്കും ഊഹിച്ചറിയും അല്ലേ. അപ്പം അങ്ങനെ ജിൻഡോന്റെ കാര്യം സങ്കടമായിട്ടോ. ജിൻഡോ അവർ പറയുന്ന അനുസരിച്ചിട്ടൊന്നല്ല ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരുടെയും ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ജിൻഡോ ചില കാര്യങ്ങൾ ജിൻഡോക്ക് മനസ്സിലാവാത്ത കളി കളിക്കും. കുറച്ചൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു. അതെ, പക്ഷെ ഫുള്ളൊന്നും അങ്ങനെ അവർ പറഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു. അറിയില്ല എന്തിനാ അംഗീകരിച്ച് അങ്ങനെ എല്ലാം അവർ പറഞ്ഞു കേട്ടിട്ടൊന്നല്ല ജിൻഡോ. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടൊന്നല്ല. ഇതൊരു ഗെയിം ഷോ അല്ല. അൾട്ടിമേറ്റ്ലി പറയാനുള്ളവർ പറയും, കളിക്കേണ്ടവർ കളിക്കുക, അത്ര മാത്രമേ നോക്കാനുള്ളൂ. അങ്ങനെ ഈ ഇൻഡിവിജ്വലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിൻ പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതാക്കി ചാടേണ്ട നമുക്ക് കേട്ടോ. നമുക്ക് അതിലേക്ക് വരുന്നേ ഉള്ളൂ. പിന്നെ അതിന് മുന്നേ ഒരു നല്ല കാര്യം പറയട്ടോ, ഇത് വളരെ നല്ലൊരു കാര്യം. ആ ആക്ടിനെ കുറിച്ച് നമ്മൾ എന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന്. അതായത് പിന്നെ ശ്രീരേഖയും സിബിനും ചെയ്തിട്ടുള്ള ആക്ട് കേട്ടോ, സീരിയസ്ലി അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ വയ്യ. അവർക്ക് ഒരുപാട് അവസരം ഇനിയും കിട്ടും കേട്ടോ ശ്രീരേഖ. കാരണം വെച്ചാൽ അവർ മെയിനായിട്ട് മെയിൻ സ്ട്രീം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അവർ വരും തോന്നുന്നു കേട്ടോ. അവരുണ്ട്, പക്ഷെ ഒന്നും കൂടി പോപ്പുലറായിട്ട് എനിക്കറിയില്ലായിരുന്നു, ഇതൊക്കെ അറിയായിരുന്നു. എന്നിട്ടാണ് ഈ എന്ന് പറയുന്നത് പിന്നെ കണ്ടുപിടിച്ച് ബിഗ് ബോസ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബിഗ് ബോസിൽ വന്നില്ലായിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അറിയപ്പെടുന്നുള്ളതൊരു നല്ലൊരു സംഭവമായിട്ടോ. പക്ഷെ ആ ഒരു ആക്ട് കണ്ടിട്ട് അവിടെ പ്രത്യേകിച്ച് ആർക്കും മുടിയനെ വെച്ച് ബാക്കി ആർക്കും അവിടെ ഒരു പ്രത്യേക ഒരു വികാരം ഉണ്ടായി കണ്ടില്ല അല്ലേ. മനുഷ്യത്തൊക്കെ കുറച്ച് കുറവുള്ള ആൾക്കാർ ആവട്ടെ. മനുഷ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഒന്നത്. പിന്നെ ഇനി അടുത്ത കേസ് എന്താ, ബാറ്ററി ചാർജിങ് മീറ്റർ അല്ലേ. അതൊക്കെ ഒരു വലിയൊരു അത് ഉദ്ദേശിച്ചത് തീരെ എനിക്ക് തോന്നുന്നു ഒട്ടും ആക്റ്റീവ് അല്ലാണ്ടിരിക്കുന്ന ശ്രീധുവിനെ പോലുള്ള കുറെ ആൾക്കാരില്ലേ, അവർക്കൊക്കെയാണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷെ നടന്നത് ജിൻഡോനെ ചാർജ് ചെയ്തു, കുറെ ജാസ്മിനെ ചാർജ് ചെയ്തു, കുറെ സിബിന് ഇപ്പോഴാണ് ബാറ്ററി ഒന്ന് ലോ ആയത്. ഇന്ന് ആ സിബിനെ ചാർജ് ചെയ്തു ഒക്കെയാണ് കാര്യമായിട്ട് ഉണ്ടായത് അവിടെ. അർജുനെയൊക്കെയാണ് ശരിക്കും ഒന്ന് ചാർജ് ചെയ്യുന്നത്. അർജുന് പറയാനുള്ളത് പോലും അർജുൻ മൊത്തക്ക് പറയാറില്ല. അർജുൻ അങ്ങനെ അതുപോലെ അവിടെ രണ്ടാൾക്കാരെ കാണാൻ ഒന്നിനുമില്ലാത്ത ഞാൻ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇയാളെ എനിക്ക് കിട്ടിയത്. നമ്മുടെ സായിനെ ഞാൻ അഭിഷേകും ഞാൻ വിചാരിച്ചു ഈ ചങ്ങാതിൻ്റെ ഉള്ളിൽ ഇല്ലേ എന്നുള്ളത്. കാരണം വെച്ചാൽ ഒന്ന് കാണണ്ടേ, സ്ക്രീനിൽ എവിടെയില്ല. മറ്റത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് സാധാരണ നോർമൽ എപ്പിസോഡ് 24/7 കാണും. ഈ എപ്പിസോഡ് വരുന്ന ആൻസർ ഇത് ഇങ്ങനെ പരിപാടി എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ എവിടെ എത്തില്ല. സായി എന്തോ ഒരു സംഗതി പറഞ്ഞിട്ട് അപ്പോൾ ലാലേട്ടനെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തി. അങ്ങനെ സായിനെ കണ്ട ദിവസം. പിന്നെ ഇതിൽ വേറൊരു സംഗതി പറയാനുള്ളത് എന്താ വെച്ചാൽ, ലാലേട്ടൻ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിലും ലാലേട്ടൻ കുറച്ച് പവർഫുള്ളായിട്ട് വന്നിട്ടുള്ള സീസൺ ഇതാണല്ലോ. ഇതോ അല്ലേ, ആണോ? അല്ലാന്ന് പറഞ്ഞു. ആണോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം ഭർത്താവാണെങ്കിൽ അഭിപ്രായം തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം. ഓരോരോ വിധത്തിൽ പവർഫുൾ ആയിരുന്നു. എന്നായിക്കോട്ടെ, എനിക്കങ്ങനെ തോന്നിട്ടോ. എന്നാ പോട്ടെ, സ്ക്രിപ്റ്റ് പാളിപ്പോയി. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലത്. പവർഫുൾ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതല്ല കേട്ടോ. സംഗതി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതല്ല. ലാലേട്ടൻ എല്ലാ പ്രാവശ്യവും ബിഗ് ബോസും ലാലേട്ടനും പവർഫുൾ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്രാവശ്യം ലാലേട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? മറ്റേ ഡയലോഗാണ്, അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ ഇതിന് വന്ന് വെച്ചില്ലേ സുരാജിന്റെ ഡയലോഗ്, അങ്ങനെ പറയരുത്. കാരണം മൂപ്പരെ എന്തോ കാര്യമായിട്ട് ചോദിക്കുന്ന സമയത്ത് നല്ല കിട്ടില്ല മറുപടിയാണ് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നല്ല രീതിയിൽ അവര് മുടിയൻ സിബിൻ ജിൻഡോ ഇവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് പാടാണ്. ജിൻഡോനെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് ഗബ്രിയോട് റൂമിലിട്ട് പൂട്ടിയപ്പോൾ ഗബ്രിയോട് പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്ക് വോട്ട് തന്നില്ലല്ലോ, ആ കാര്യത്തിന് ചീത്ത പറയാൻ വേണ്ടിയിട്ട് ജിൻഡോനെ വിളിച്ചപ്പോ ജിൻഡോ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ലാലേട്ടന്റെ മുഖം അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എന്തിനു വന്ന് വെച്ചില്ല ആ ഒരു അവസ്ഥയായിട്ടുണ്ട് പല സമയത്തും. ബബ്ബ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ 2 എപ്പിസോഡിലായി ബബ്ബ അടിക്കുന്നത്.
ശരിക്കുള്ള കാര്യം എല്ലാത്തിനല്ല പറയണത്. ന്യായമില്ല അതിന്റെ ബാക്കിൽ. ന്യായമില്ല പറയുമ്പോ ഒന്നും അല്ലാണ്ടായി. ആക്ച്വലി ഇവര് വലിയ വിളവന്മാരായിട്ടല്ല, ഇവര് നോർമലായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പൊ ജിൻഡൊക്കെ ആണെങ്കിലും പറയുമ്പോൾ ഇവർക്ക് വേറെ മറുപടി വകുപ്പില്ലാതിരിക്കുകയാണ്. എന്താണെന്നുണ്ടെങ്കിലും സംഗതി ബിഗ് ബോസിന്റെ ആരെങ്കിലും ആരെ ചാർജ് ചെയ്തെന്ന് കണ്ടോ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യട്ടെ. ബിഗ് ബോസിന്റെ ആരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്ക്രിപ്റ്റഡ് ആയിട്ട് പോയാൽ നന്ന്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയോ. യെസ് പറയൂ. ഇത് അല്ല, ജിൻഡോ ചാർജ് ചെയ്തതേ ജാസ്മിന് ഈ ജിൻഡോ പൊട്ടനാണ് ബുദ്ധിയില്ലാന്നൊക്കെ പറഞ്ഞ് വെറുതെ. ജിൻഡോക്ക് ശരിക്കും നല്ല ബുദ്ധി. കാരണം ജിൻഡോ ജാസ്മിൻ വന്നപ്പോ ജാസ്മിൻ കപ്പെടുക്കാൻ പിന്നെ ഗബ്രിയുടെ അണ്ടറിലായിട്ട് അവളുടെ എല്ലാം പോയി ജിൻഡോ പറഞ്ഞത്. അത് ഇനി സമയമുണ്ട്, ഇനി വേണമെങ്കിൽ. എന്നിട്ട് ഞാൻ ലാലേട്ട് അവരെ പിരിച്ചിട്ട് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഒരു എന്താ പറയാ ഒരു സൗകര്യം ചെയ്ത പോലെ ഞാൻ അവര് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ മാറ്റി ലാലേട്ടാ. പലരും പറഞ്ഞു അവർ ഒരുമിച്ചിട്ടു, പക്ഷെ ഞാൻ അവര് കളിക്കട്ടെ എന്ന് വിചാരിച്ചു രണ്ടുപേരും മാറ്റിയിട്ടു. എന്നിട്ടും അവൾ ആ റൂമിൽ പോയിരിക്കുകയാണ്. അവിടെ സ്കോർ ചെയ്തു. അപ്പൊ ആൾക്കാര് ക്ലാപ്പ് ചെയ്തു കേട്ടോ. അപ്പൊ ഒരു ചേച്ചി നമുക്ക് പറയാം, ക്ലാപ്പ് ചെയ്ത റസ്മിനെ ഇതുവർക്ക് റെസ്മിന് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. പറയുന്നതിൽ വിഷമമുണ്ട്. അല്ല, നമുക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരും ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണ്, റസ്മിൻ എന്തോ അങ്ങോട്ട് ഇഷ്ടമല്ല. പോട്ടെ, ഓരോരുത്തരുടെ കാര്യം. ചിലപ്പോൾ പക്ഷെ ഒരു ഡയറക്ട്ലി ആ കുട്ടി നല്ല ഇതായിരിക്കും. എല്ലാരോടും ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയാണ് എല്ലാരെയും മനസ്സിലാക്കും, മനുഷ്യത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റസ്മിൻ ജിൻഡോനെ ഇഷ്ടമല്ല. ചില ആൾക്കാരുടെ പേഴ്സണൽ ഗ്രഡ്ജ് ഒരുപാട് മനസ്സിൽ വരുമ്പോഴേ അപ്പോൾ അത് അങ്ങനെ ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഈ റസ്മിനെ ചീത്ത പറയുന്ന സമയത്ത് ഈ ചേച്ചീനെ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ അറിയില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ഈ ചേച്ചി ഭയങ്കര കയ്യടിയാണ്. ഈ ചേച്ചി സീരിയസ് ആയിട്ട് ബിഗ് ബോസിൻ്റെ ഈ ചേച്ചി ഈ വീഡിയോ കാണുമെന്നുള്ള അറിയില്ല. നമ്മളുടെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചേച്ചിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം ഉണ്ട്. കാരണം വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് ബിഗ് ബോസ് നമ്മളെപ്പോലെ വൈകാരികമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു ചേച്ചി അല്ലേ. അതൊന്ന്. അപ്പോൾ അത് പിന്നെ രണ്ടാമത്തെ കേസ് പിന്നെ മറ്റേ ഇയാളെ വളിക്കേസ് ജിൻഡോന്റെ. അതിന്റെ മുമ്പ് ജാസ്മിന് ചെരുപ്പ് കൊടുത്തു. അതിന്റെ മുമ്പ് അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. കാരണം എന്താ അറിയോ, ജാസ്മിന്റെ കേസ് ചെരുപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മനസ്സിലായോ? ജാസ്മിന്റെ കേസ് ചെരുപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം ആ ജയിലിന്റെ കേസ് പുറത്ത് അത്ര അധികം ആൾക്കാർ ഡിസ്കസ് ചെയ്തു. ആ ജയിലിന്റെ കേസിനൊക്കെ ഇത്ര ചോദിച്ചാൽ മതിയോ? ജയിലിന്റെ കേസ് ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. അതായത് ജയിലിൽ ഒരുപാട് വിളിച്ചു പറഞ്ഞു ഇവർക്ക് ഫുഡ്. പക്ഷെ ഭാഗ്യട്ടോ ഒരു സമാധാനം ഉണ്ട്. ജയിലിൽ ഫുഡ് കൊടുത്തത് ചോദിച്ചു, അതുപോലെ ജയിലിന്റെ ഉള്ളിൽ കയറി ഗബ്രി കെട്ടിപ്പിടിച്ചത് ചോദിച്ചു, അതിനൊക്കെ ചീത്ത പറഞ്ഞു. അതൊരു സമാധാനം. അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു ഫോർ നെയിം സേക്ക് മാത്രം പറയാം. പേരിന് വേണ്ടി മാത്രം ചോദിച്ചിട്ട് മാത്രമല്ലുള്ളൂ. ഇത് വളരെ ഗുരുതരമായ ഒരു കുറ്റാണ്. ഒരു ക്യാപ്റ്റൻ അതിൻ്റെ ഉള്ളിൽ ജയിലിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു ക്യാപ്റ്റൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ഭക്ഷണം വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കയറി ഇപ്പം എന്തിനെ കെട്ടിപ്പിടിക്കാൻ പോയത്, ഇപ്പം എന്തിനാ ഹഗ് ചെയ്യാണ്. അതെന്ന് വെച്ചാൽ പ്രൊവോക്കിംഗ് ഗെയിം അല്ലാണ്ട് അപ്പോൾ ഹഗ് ചെയ്യാൻ ആ ഒരു സെക്കൻഡിൽ ഹഗ് ചെയ്തിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിലെന്തെങ്കിലും കിട്ടുമെന്നുള്ള സദാചാരം രീതിയിലൊന്നും പറയല്ല. പക്ഷേ ഞാൻ പറയുകയാണ് അത് പ്രൊവോക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊവോക്കിംഗ് അല്ല, അതൊരുമാതിരി ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുന്ന സംഭവം. അതല്ലാണ്ട് അതൊരു മോശമായ രീതിയിൽ ഹഗ്ഗിങ് അങ്ങനത്തെ ഒരു സംഭവത്തിൽ പറയല്ല. അത് ബിഗ് ബോസിനെ കളിയാക്കില്ലേ, അതാണ് സംഭവം. അതൊന്ന്. രണ്ടാമത് ജാസ്മിന്റെ മൈക്ക് എന്തൊക്കെ ഒരു സംഗതികൾ അവിടെ ഉണ്ട് അല്ലേ. എന്നിട്ട് ജാസ്മിന് പക്ഷെ ശിക്ഷ കൊടുത്തു. റസ്മിനെ സ്ട്രോങ് ആയി പറഞ്ഞു. റസ്മിനെ പറഞ്ഞ പോലെ ഗബ്രീനെ പറഞ്ഞൂല്ലേ. ജാസ്മിന് ശിക്ഷ കൊടുത്തു. പക്ഷെ ജാസ്മിന് ശിക്ഷ കൊടുത്തത് ജയിലിലെ പ്രശ്നത്തിനല്ല, മൈക്ക് ഇടാത്തതിനാണ് എന്ന് പറഞ്ഞിട്ട് ജയിൽ നോമിനേഷനിലിട്ടു. മൈക്ക് ഇടാത്തതിന് വെറുതെ ഒരു ശിക്ഷ കൊടുത്തു. മൈക്ക് ഇടാത്ത ആൾക്കാർ അവിടെ വേറെ ഉണ്ട് കേട്ടോ. അതൊന്നുമല്ല, ഇത് പ്രശ്നം ജയിലിലെ പ്രശ്നം ശരിക്കും പറഞ്ഞ അതിനുള്ള ശിക്ഷ കൊടുക്കണമായിരുന്നു. പിന്നെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു, അത് പിന്നെ ലാലേട്ടൻ പറഞ്ഞു എന്തൊക്കെയോ വിളിച്ചു. ഞാൻ മനസ്സിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമില്ല. ഞാൻ തന്നെ എന്നോട് ചോദിച്ചില്ല ജിൻഡോക്ക് എത്ര വയസ്സുണ്ടാവും. ഒരു 10-38 വയസ്സ് ജിൻഡോക്ക് ഉണ്ട്. 35-36 വയസ്സുണ്ടായില്ലേ. ഒരു 10-12-13 വയസ്സ് മൂത്തൊരു മനുഷ്യനല്ലേ ഈ എടാ പോടാ വിളിയൊക്കെ. അത് ലാലേട്ടൻ മുഖം തന്നെ മാറി. അങ്ങനെ ചോദിച്ചു, കുട്ടി കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് സംസാരിച്ചൂടെ കുട്ടി, അങ്ങനെ ബഹുമാനം, പ്രായത്തിന് ബഹുമാനം കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് ഞാൻ കുറച്ചൊക്കെ പ്രായത്തിന് മൂത്തുള്ള ആൾക്കാരാണ്. ഞാൻ എന്റെ വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയല്ല, എന്റെ ക്വാളിറ്റി അംഗീകരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ജാസ്മിനും നോറയും കൂടി ജയിലിൽ നിന്നും ഉണ്ടായത്. കാരണം ഒരാളെ പറ്റി പറയുമ്പോൾ നോറ മറ്റേ ഇതന്നെ സ്ഥിതി
ഞാൻ എന്റെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് എന്റെ കാര്യം പറയാൻ ഞാനല്ലേ ഉള്ളൂ. ഇതോ ഞാൻ സംഗതി എന്റെ കാര്യം കേൾക്കാൻ ആർക്കും താല്പര്യം വേണ്ട, പോട്ടെ അടുത്ത വിഷയത്തിൽ കേൾക്കാം. അതേ സംഗതി ഇത്രേ ഉള്ളൂ. ഞാൻ ഇവരോട് ചോദിച്ചിട്ടേ ഉള്ളൂ, 15 വയസ്സിന് മൂത്തൊരു ആളല്ലേ മണ്ടൻ എന്തൊക്കെയോ അല്ലേ. അപ്പൊ നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന സമയത്ത് അപ്പൊ അത് ലാലേട്ടൻ നോറ ആദ്യം പറഞ്ഞത് ഇതൊന്നും ലാലേട്ട അങ്ങോട്ട് പറയണ നോറ അങ്ങോട്ട് കംപ്ലീറ്റ് പറയാം. ലാലേട്ട ഞങ്ങള് ജയിലിൽ കിടക്കുന്ന സമയത്ത് സിബിനും ജിൻഡോയും എന്തൊക്കെയോ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ട ഭാഗ്യം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല ലാലേട്ട ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ നോറ അവിടെ ഇരിക്കൂ, ജാസ്മിൻ ഒന്നും പറഞ്ഞില്ലേ ചോദിച്ചു. എന്താണെന്നുണ്ടെങ്കിലും എല്ലാവരും സുഖിപ്പിച്ചിട്ടും കുറച്ച് വിഷമിപ്പിച്ചിട്ടും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയ ഒരു എപ്പിസോഡ് അല്ലേ. പിന്നെ ഹൈജീന്റെ കാര്യം എടുത്തു ചോദിച്ചു, ചെരുപ്പിന്റെ കാര്യം ലാലേട്ടൻ നമ്മള് ഇവരുടെ സൈഡിനെ ജിൻഡോന്റെ സൈഡിനെ ആയിട്ടാ സംസാരിച്ചത് കേട്ടോ. ഈ ചെരുപ്പ് കൊണ്ടു കൊടുക്കേണ്ടത് അഫ്സൽ കാക്കയാണോ അല്ലേ? അറിയില്ല, ചെരുപ്പൊന്നും കിട്ടില്ലേ? ചെരുപ്പ് കിട്ടില്ല. അല്ല ഇപ്പൊ ബിഗ് ബോസ് കൊടുത്തല്ലോ, ബിഗ് ബോസ് ഉണ്ടല്ലോ അല്ലേ. ഇനി ആരില്ലെങ്കിലും ജാസ്മിന് ചെരുപ്പൊക്കെ അങ്ങനത്തെ ചെരുപ്പൊക്കെ അവിടെ കൊടുക്കും. എന്ത് ചെരുപ്പാ? സ്ലിപ്പർ, വീട്ടിലിരുന്ന സ്ലിപ്പർ കൊടുക്കുവോ? അതൊക്കെ കൊടുക്കുന്നു. പോട്ടെ. അപ്പോൾ പിന്നെ നമ്മുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുന്നേ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോട് കൂടി നമ്മളെ ഗബ്രിക്ക് ഭയങ്കര മാറ്റമുണ്ട്. മിഞ്ഞാന്ന് രാത്രി ഇവള് ജയിലിൽ കിടക്കുന്ന സമയത്ത് പൂജയോട് കുറേ നേരം സംസാരിച്ചപ്പോൾ പൂജയോട് പറയണ്ടായിരുന്നു, എനിക്ക് ജാസ്മിനിൽ ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും ജാസ്മിനിൽ ഇഷ്ടമില്ലാത്ത? വൃത്തിയാണോ? ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് ചോദ്യം ചെയ്യണ്ട, ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പക്ഷെ ഞാൻ അവളെ എങ്ങനെയാണെന്നുള്ളത് അതുപോലെ ഇഷ്ടപ്പെടുകയാണ്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഗബ്രി. അപ്പൊ ഇന്ന് അത് അവനെടുത്ത് പറഞ്ഞു അവളോട്, ശരിയല്ലേ? അപ്പൊ കുറച്ചുകൂടി സംസാരത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജാസ്മിൻ ചോദിക്കട്ടെ, നീ എന്നോട് കേറാൻ പോവാണോ? നീ മാത്രമേ ബാക്കിയുള്ളൂ, അത് ഞാൻ കേട്ടോ. വൃത്തിയുടെ കാര്യത്തില് പറയാ, ഇനി നീ മാത്രമേ. അപ്പൊ ഇവൻ പറഞ്ഞു കുറച്ചുകൂടി വൃത്തിയായിട്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞപ്പോ അവള് പറയാ, ഇനി നീ മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് പറയാന്ന് പറയിട്ട്. കറക്റ്റ്. അപ്പം അങ്ങനെ ആ ഒരു വിഷയത്തിൽ അവിടെ അന്നത്തെ ദിവസം അവസാനിച്ചു. പിന്നെ നാളത്തെ പ്രൊമോന്റെ കാര്യം കൂടി പറയാം. പിന്നെ ജിൻഡോക്ക് ആ പപ്പറ്റ് കൊടുത്തതൊക്കെ വളരെ മോശമായി. അതൊക്കെ കൊടുക്കണത് എന്താ തോന്നുന്നു വെച്ചാൽ, പുറത്ത് ജിൻഡോക്ക് അത്ര ഇഷ്ടമുണ്ട്, പുറത്തുള്ള ആൾക്കാർ ഒന്നും കൂടി ജിൻഡോനെ ഇന്ന് പറഞ്ഞതിനൊക്കെ 100% ഉറപ്പാണ്. ഇപ്പൊ കുറച്ച് ഫാൻസ് ഉള്ളത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. ചിലപ്പോ അത് ബിഗ് ബോസിന്റെ അടവായിരിക്കും കേട്ടോ, അങ്ങനെയായിരിക്കും. പക്ഷെ സിബിൻ തളർന്നു പോയി, അതാണ് വിഷമമായത് തോന്നുന്നുണ്ട്. സിബിൻ നാളത്തെ കരച്ചില് കണ്ടില്ലേ? പക്ഷെ ആ കരച്ചിൽ ഇനിയിപ്പോ പൂജയ്ക്ക് വയ്യാണ്ടായിട്ട് അറിയോ അതോ ദിനം ഒഴിവാക്കി അറിയില്ലല്ലേ. പുറത്തിറങ്ങിയിട്ടുള്ള എന്ത് ആണെങ്കിലും പഴയതൊക്കെ ഹോണ്ട് ചെയ്ത് കൊണ്ടുവരാനല്ലേ. പണ്ട് ഞാൻ എന്ത് ഞാൻ ഫേസ് ചെയ്തോളാം എന്നൊക്കെ. പൂജയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, പൂജയ്ക്ക് അനങ്ങാൻ പറ്റുന്നില്ല, സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോയി. ബാക്ക് പെയിൻ ആണോ ഡിസ്കിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോവോ? ഈ ജാസ്മിന്റെ വേണ്ടി നേരെ തിരിയണവരൊക്കെ ഓരോരുത്തർ പോവാണ്. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. ഇത് കഴിഞ്ഞ ഉടനെ കുട്ടേട്ടാ നമ്മൾ വലിയ പ്രശ്നത്തിലാവും കുട്ടേട്ടാ. പക്ഷെ എന്തേ പ്രശ്നം കുട്ടേട്ടാ? നമ്മൾ ജാസ്മിനെതിരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കോപ്പിറൈറ്റ് എനിക്ക് ഓൾറെഡി ഭയങ്കര, ഞാൻ എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കമന്റിലൊക്കെ ഭയങ്കര തെറിയോടെയാണ്. ഞാൻ ഒരുപാട് കമന്റ് മോഡറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എടി എനിക്ക് കിട്ടണ അതിന്റെ അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആ കമന്റാണ് വായിച്ച് കേൾപ്പിച്ചത്. അവസാനം നോറയാവാൻ നിൽക്കണ്ട. പിന്നെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞിട്ട് ഈ ഫ്ലോ കളയുന്നുണ്ട് കേട്ടോ, അല്ലാതെ എന്റെ ഫ്ലോ കളയുന്നുണ്ട് കേട്ടോ. പണ്ട് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അല്ല സംഭവം എന്താ അറിയോ, ഇവളിന്നോട് എന്നിട്ട് കുട്ടേട്ടാ നമ്മളിത് ഭയങ്കര ഇഷ്യൂ കിട്ടും. നമ്മൾ പക്ഷേ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലതാണോ? അല്ല കുട്ടേട്ടാ, ജാസ്മിനെതിരെ കളിച്ച ആൾക്കാർ ഗബ്രീനും ഇതൊക്കെ ഓരോരുത്തരായിട്ട് നമ്മളെ മാത്രമല്ല അല്ല ഇത് അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞൊക്കെ. അപ്പൊ ഇവള് പറഞ്ഞെന്താ അറിയോ, റോക്കി, സിജോ, പിന്നെ ആരൊക്കെ, പൂജ, സിബിൻ, ഇവരൊക്കെ പോയിട്ടില്ല. ഇവർക്കൊക്കെ പ്രശ്നമൊന്നുമില്ല. റോക്കി സിജോക്ക് നല്ല അടിപൊളിയായിട്ട് ഇവർക്ക് എതിരെയൊക്കെ സംസാരിച്ച് കളിച്ചു. പിറ്റേ ആഴ്ച ആയപ്പം ഇവരൊക്കെ കരഞ്ഞോണ്ട് പോയില്ലേ. അന്ന് ഗബ്രി പറഞ്ഞു ദൈവം ഉണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു. ഗബ്രി ജാസ്മിനും രണ്ടുപേരോട് ചിരിച്ചോണ്ടാണ് അന്ന് പറഞ്ഞത് ഈശ്വരൻ ഉണ്ട് എന്നുള്ള രീതിയിൽ. കൂടോത്രല്ല, ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഈ ആഴ്ച നാളെ ഇവരും ഭയങ്കരമായിട്ട് ആയപ്പോഴേ എനിക്കൊരു സംശയം. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയും പഠിക്കേണ്ട. നാളെ മുതൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ആരും ഉണ്ടാവില്ല. കാരണം ഈ കണ്ട മെയിൻ ആയിട്ട് പറയുന്ന സമ്മർ മീഡിയ യൂട്യൂബേഴ്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ജാസ്മിൻ അതിനെ പറയുന്ന ഉള്ളിലെ പറഞ്ഞല്ലേ, നമ്മൾ ഉള്ളിലല്ലല്ലോ, അല്ല നമ്മൾ പുറത്താണല്ലോ. വിചാരിക്കൂട്ടോ ഉള്ളിലുള്ള ആൾക്കാരുടെ കാര്യം. ശരി, ഞാൻ വിചാരിച്ച എന്താ അറിയോ, നമ്മളിതിപ്പോ ഇതിനെ പറയില്ലേ, അതല്ലല്ലോ ഉദ്ദേശിച്ച്. പൂടിക്കണ്ട, ഇറങ്ങിയാൽ കിട്ടിക്കോളും. ഇറങ്ങിയാൽ ജാസ്മിൻ സിബിനൊക്കെ ഓക്കെ ആയാൽ മതിയായിരുന്നു, പൂജ ഓക്കെ ആയാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. സിബിന്റെ ഈ കരയുന്ന മുഖം അല്ലേ, ഇത് എന്താ അറിയില്ല, എന്താ പ്രശ്നം എന്നുള്ള അറിയില്ല. എന്തായാലും
ഒന്ന് ശാരീരിക അസ്വസ്ഥമാണ്. പക്ഷെ അപ്പോഴും നമുക്ക് സമാധാനം തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഗബ്രിയും ജാസ്മിനും ഉണ്ടായിരിക്കും വിചാരിക്കുന്നു. പിന്നെ സാധാരണ ദിവസത്തെ പോലെയല്ല, ഇന്ന് നമുക്ക് വീണ്ടും ഒരുപക്ഷെ ചിലപ്പോൾ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഇവർ ലൈവിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് അല്ലേ ഇതോ? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഒരു വീക്കാണ് ഇവിടുന്ന് അങ്ങോട്ട്. നാളെ ഇന്ന് മൺഡേ സ്റ്റാർട്ട് ചെയ്തു, ഓഫീസും തുടങ്ങുകയാണ്. പക്ഷേ എല്ലാവരും അവരവരുടെ പ്രതീക്ഷകളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, ഞങ്ങളും പോകുന്നു. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ചും കൂടി കൂടുതൽ നമ്മളെ സബ്സ്ക്രൈബർ കൗണ്ട് വലുതാവുകയാണ്. കൂടുതൽ ആൾക്കാർ നമ്മളെ കൂടെ വരുന്നുണ്ട്. അത് കുറച്ച് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അന്നെ ഇവളുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കുറച്ച് പേടി വരുന്നുണ്ട്. എന്തിനാണ് ഇത് പേടി വരുന്നത്? കാരണം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്, മനസ്സിലായോ? ഒരാൾ നമ്മളെ കൂടെ എന്നുള്ള അർത്ഥം വെച്ചാൽ അവരുടെ സമയം അവർ വെച്ചിട്ട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നല്ലൊരു കോണ്ടന്റ്, നല്ല കാര്യങ്ങൾ പറയാനും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാനും കോണ്ടന്റ് ഡെലിവറി ചെയ്യാൻ പറ്റണേ എന്നുള്ളത്. എല്ലാവരും സൂചിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു പക്ഷത്ത് നിന്നിട്ട് അതിൻ്റെതായ രീതിയിൽ എല്ലാവരെയും ടൈം വേസ്റ്റ് ആക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റും നിങ്ങൾക്കൊരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു എപ്പിസോഡും കാര്യങ്ങളുമായിട്ട് വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും കഴിയണമെന്നുള്ള ഒരൊറ്റ തൊഴുണ്ടെന്നും തൊഴുണ്ടെങ്കിൽ പൊന്തിക്കും. ഇത് ഇവള് ഇങ്ങനെ തൊഴിട്ടു ഇവിടെ ഇങ്ങനെ വെച്ചു, അപ്പൊ ഞാൻ വെച്ചതാ. അത് ഞാൻ തൊഴണ്ടേ ഈ കൂടെ തൊഴണം. എന്തത് സ്വന്തമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല ഇതുകൾക്ക്. ക്യാമറ ഉള്ളതുകൊണ്ട് അപ്പോൾ ക്യാമറ അവളുടെ ബലഹീനതയായിട്ട് കരുതണ്ടെന്ന് പറഞ്ഞത് അല്ലേ? പോട്ടെ, തൊഴുകയാണെങ്കിൽ ഇങ്ങനെ തൊഴും. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ എടുക്കാതെ ഏതാ ഓർമ്മ വരുന്നത് അറിയോ? മറ്റേ ദിലീപ് വെട്ടം സിനിമയിൽ ഇങ്ങനെ മൂക്കിൽ പഞ്ഞി ഇങ്ങനെ വെക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരാളെ മൂക്കിൽ പഞ്ഞി വയ്ക്കില്ലേ, ഇങ്ങനെ വെള്ളം ഒഴിക്കണേ ആ കണ്ടീഷനിൽ ഞാൻ എപ്പോഴൊക്കെ കയ്യിൽ നിൽക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും തൊഴണമെന്നാ. അങ്ങനെ തൊഴണമെന്നില്ല വിധു. നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക, വേറൊരാളുടെ ഐഡൻറ്റിറ്റി സ്റ്റീൽ ചെയ്യാതിരിക്കുക. ഫാൻസ് കൂടെ ഉണ്ട് ഇതോ ആർക്ക്? താങ്കൾക്ക് ഗുഡ് നൈറ്റ്. അല്ല ഗുഡ് നൈറ്റ് അല്ല, ഞങ്ങൾ ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് എല്ലാവരും ഇപ്പം ഇടുന്നില്ല, നാളെ രാവിലെ ഇടുന്നുള്ളൂ. നാളെ രാവിലെ ഇടാം. നമുക്ക് അതാ വ്യൂസിനും യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം അതുകൊണ്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ നമുക്കൊരു കറക്റ്റ് ടൈം ഫോളോ ചെയ്യണം. നമുക്ക് രാത്രി ആകുമ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അടിപൊളി. ബൈ ബൈ. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം.